ജെഇ മെയിൻ 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിൽ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോസ് വിത്ത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോസ് വിത്ത് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഹൈഡ്രോക്സിലമീൻ വെച്ച് റിയാക്ട് ചെയ്തു, പ്രൊഡക്റ്റ് ഫോംഡ് എന്താണെന്നാണ് ചോദ്യം. ഫണ്ടമെന്റലി വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ഹൈഡ്രോക്സിലമീനും ഗ്ലൂക്കോസും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോക്സമീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും, ആണല്ലോ. നെക്സ്റ്റ് ഈസ് ആക്ച്വലി Br2 ഓൺ റിയാക്ഷൻ വിത്ത് ഗ്ലൂക്കോസ്. Br2 ഗ്ലൂക്കോസ് ആയിട്ട് റിയാക്ട് ചെയ്യുക. Br2 എന്ന് പറയുന്നത് ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ അത് ഗ്ലൂക്കോസ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ, അതായത് CHOന്റെ പൊസിഷൻ എന്താവും? COH ആവും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. അടുത്തത് എക്സസ് അസറ്റിക് അൺഹൈഡ്രേറ്റ് ആണ്. എക്സസ് എമൗണ്ട് ഓഫ് അസറ്റിക് അൺഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പെൻഡ അസറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമേഷനിലേക്ക് പോകും. നെക്സ്റ്റ് കോൺസെൻട്രേറ്റഡ് HNO3 കുറച്ചുകൂടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കാരിക് ആസിഡ് ഫോം ചെയ്യും. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് A4 വരണം. ഇപ്പൊ A4 വരണമെങ്കിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് കളയാം. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് 1 വരണം. B1 വരുന്ന ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. സി അവിടെ 2 ആണോ നോക്കുക. സി എന്ന് പറയുന്നത് അവിടെ 2 ആണ്. ഡി എന്ന് പറയുന്നത് അവിടെ 3 ആണ്. സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇത് ഒരു എന്താ പറയുക, ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ആയിരുന്നില്ല. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ആ ഒരു ചോദ്യമായിരുന്നു നമുക്കുണ്ടായത്. ഇസ് ദാറ്റ് ക്ലിയർ?